എല്ലാവർക്കും ദ വെർച്വൽ കമ്പാനിയൻ ടീമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആംസ്റ്റർഡാമിൽ നിന്നും കുറച്ച് അപ്പുറത്തുള്ള സാൻസ് ഷാൻസിലേക്കാണ്. നെതർലൻഡ്സിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടം. ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ബസ്സിലോ ട്രെയിനിലോ നമ്മൾക്ക് സാൻഡാം ഏരിയയിലേക്ക് പോകാൻ കഴിയുന്നതാണ്. അവിടെയാണ് സാൻസ് ഷാൻസ് സ്ഥിതി ചെയ്യുന്നത്. ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്തത്. സാൻസ് ഷാൻസിന്റെ വളരെ അടുത്ത് തന്നെ ബസ് നമ്മളെ ഇറക്കി വിടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് സാൻസ് ഷാൻസ് വരെ ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും. ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടം. പുരാതനമായ വിൻമിൽസും ഡച്ച് കോട്ടേജുകളും എല്ലാമാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള കാഴ്ചകൾ. ഡച്ച് ഹിസ്റ്ററി അതിന്റെ തനിമയോടെ നമ്മളുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണോ എന്ന് വരെ നമ്മൾക്ക് ഇവിടം കണ്ടാൽ സംശയം തോന്നും. സാൻസ് റിവർ ഒഴുകുന്ന ഡിസ്ട്രിക്റ്റിന് സാൻസ് എന്നാണ് പേരുള്ളത്. അവിടുത്തെ സ്ഥലങ്ങൾക്കും സാൻസ് എന്ന് കൂട്ടിച്ചേർത്താണ് അവർ പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് സാൻസ് ഷാൻസിനും ആ പേര് കിട്ടിയത്. ഒരു പഴയ ഡച്ച് നെയ്ബർഹുഡ് പോലെയാണ് ഇവിടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ഡച്ച് വില്ലേജ് മ്യൂസിയം ആണ്. അതിനുവേണ്ടി 1960s കഴിഞ്ഞ് സാൻസ് ഡിസ്ട്രിക്റ്റിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവച്ചതാണ് ഈ വീടുകൾ. കാഴ്ചക്കാർക്ക് പക്ഷേ അതിനകത്ത് കയറി കാണാൻ കഴിയില്ല. 16th സെഞ്ചുറി മുതലാണ് ഇവിടെ വിൻഡ് മില്ലുകൾ വന്നു തുടങ്ങിയത്. ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു വിൻഡ് മിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ നമ്മൾക്ക് കഴിയും. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന എൻട്രി ടൈമിൽ ചിലപ്പോൾ വിൻഡ് മില്ലുകൾ അവർ പ്രവർത്തിപ്പിച്ച് കാണിക്കാറുണ്ട്. ഇവിടെയുള്ള വിൻഡ് മില്ലുകൾക്കെല്ലാം പ്രത്യേകതരം പേരുകളുമുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഹോഴ്സ്മൻ, ദി ഓക്സ്, ദി യങ് ഷീപ്പ് എന്നിവയെല്ലാം അതിൽ ചിലതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിൻഡ് മില്ലിന്റെ പേര് ദ ക്രൗൺ പോളൻബർഗ് എന്നാണ്. ഇതൊരു സോ മിൽ ആയിരുന്നു. ബാക്കിയുള്ളവയിൽ പെയിന്റ് മില്ലും മസ്റ്റർഡ് മില്ലും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. യാത്രക്കാർക്ക് റൂം ബുക്ക് ചെയ്ത് താമസിക്കുന്നതിനായി ചില ഹോട്ടലുകൾ ഹോം സ്റ്റേ പോലെ സജ്ജീകരിച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാവുന്നതാണ്. സാൻസ് ഷാൻസ് വില്ലേജിലെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒരെണ്ണമാണ് ക്ലോംസ് ഉണ്ടാക്കുന്ന ഒരു വുഡൻ വർക്ക്ഷോപ്പ്. തടി കൊണ്ടുള്ള ഈ ഷൂസ് പണ്ട് കാലങ്ങളിലുള്ള ബ്ലൂ കോളർഡ് വർക്കേഴ്സും കർഷകരും ഒരുപോലെ ഉപയോഗിച്ചിരുന്നു. കാലുകളിൽ ആക്സിഡന്റ്സ് പറ്റുന്ന ജോലികളിൽ ഇപ്പോഴും ഇത് ഉപയോഗിച്ചു പോരുന്നു. സാധാരണ ഉപയോഗിക്കുന്നതിനായി ഇപ്പോൾ ലെതറിലും ഇവിടെ ക്ലോംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നടന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ക്ലോംസ് ഉണ്ടാക്കുന്ന ഒരു ലൈവ് ഡെമോൺസ്ട്രേഷനായി അവിടുത്തെ എംപ്ലോയീസ് ഞങ്ങളെ വിളിക്കുന്നത്. പിന്നെ അത് കാണാനായി പോയി. Lefka, είναι το ξύλο. Use it as fresh as possible because then there's a lot of water from the tree inside that makes it soft and therefore easy to work. Υπάρχει πολλή υγρασία στο φρέσκο ξύλο και δουλεύεται πολύ εύκολα. Traditionally all these shoes were totally made by hand. Large pole knife for the outside shape. Παλιότερα τα έφτιαχναν στο χέρι με αυτό το μαχαίρι το εξωτερικό Several sizes of spoon tubes for the inside. και με αυτό το κουταλομάχαιρο το εσωτερικό.
To do it all by hand was really hard work. 2.5 to 3 hours at least nowadays, and the machine's only 5 minutes. Σκληρή δουλειά που ήταν 3 ώρες το κάθε ζευγάρι. Τώρα με το μηχάνημα είναι 5 λεπτά. This machine makes the outside shape, same way as duplicating a key. We're going to make a copy of the model. Πώς φτιάχνουμε τα κλειδιά με το μηχάνημα της αντιγραφής, όπως ένα κλειδί. അവിടുത്തെ ഒരു എംപ്ലോയി ഉണ്ടാക്കുന്ന വിധം വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഡച്ചിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. വില്ലോ മരത്തിന്റെ തടി വെച്ചാണ് ക്ലോംസ് ഉണ്ടാക്കുന്നത്. വേണ്ട സൈസിൽ ഉള്ള ഒരു ക്ലോം ആദ്യം മോഡലായിട്ട് എടുക്കും. പിന്നെ വേണ്ട സൈസിന്റെ ഒരു തടിക്കഷ്ണം അതിന്റെ കൂടെ മെഷീനിൽ വയ്ക്കും. വില്ലോ മരത്തിന്റെ തടി ഉണക്കാതെ തന്നെ ക്ലോംസ് ആക്കിയെടുക്കാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. പണ്ടുകാലത്ത് 3 മണിക്കൂർ വരെ എടുത്തിരുന്ന ക്ലോംസ് ഉണ്ടാക്കാൻ, ഒരു ക്ലോംബ് ഉണ്ടാക്കാൻ ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ച് വെറും 5 മിനിറ്റ് മാത്രം മതി. Outside shape. For the inside I use a different tool. It's called a spoon drill. Also the same principle, making a copy of an existing model. Half of the weight is water. Try to show you. Oh my god. There's water everywhere in this country. Slowly you let it dry 3 to 4 weeks. After it dry, you polish it on a sandpaper belt. The result is a small wooden shoe. A child 4 years old. It's still big, but the shoes are big. Officially, they're accepted for safety shoes. Very warm in winter, waterproof. If you wear them with thick woolen socks for comfort and 1 finger space around behind the heel. Or you will get blisters. This was my demonstration. Very much. Thank you very much. ക്ലോംസുകൾ അല്ലാതെ നെതർലൻഡ്സിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഗിഫ്റ്റ് ഐറ്റംസും ഇവിടെ നമ്മൾക്ക് വാങ്ങിക്കാൻ കഴിയും. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം രാത്രി 7 മണിയോട് അടുത്തിരുന്നു. ഞാൻ അവിടുന്ന് തിരിച്ച് പുറപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു.